just close my eyes, lying on you. Ooh, ooh, ooh. Sleep like a baby. High Sleep Mattress. Sleep good, live good. എടക്കര പഞ്ചായത്തിലെ പദ്ധതി അംഗീകാര ബോർഡ് യോഗം ഇടതുപക്ഷ മെമ്പർമാർ ബഹിഷ്കരിച്ചു. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി, PMAY പദ്ധതി എന്നിവ UDF ഭരണസമിതി അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ചാണ് യോഗം ബഹിഷ്കരിച്ചത്. ലൈഫ് PMAY ഭവന പദ്ധതികൾക്ക് പഞ്ചായത്ത് വിഹിതം നാമമാത്രമായി മാത്രം മാറ്റിവെച്ചിട്ടുള്ളൂ. കോടികൾ മുടക്കി നിർമ്മിച്ച പുതിയ ഇന്ദിരാഗാന്ധി ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന് ലിഫ്റ്റ് പണിയുവാൻ 25 ലക്ഷം മാറ്റിവെക്കുകയും പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും റൂമുകളും പഞ്ചായത്ത് കോൺഫറൻസ് ഹാളും നവീകരിക്കുവാൻ 16 ലക്ഷം മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. 317 ലൈഫ് ഭവന ഉപഭോക്താക്കൾക്ക് ഇതുവരെ പഞ്ചായത്ത് നൽകേണ്ട വിഹിതം നൽകിയിട്ടില്ല. കൂടാതെ 117 PMAY പദ്ധതിയിൽ എഗ്രിമെന്റ് വെച്ചവർക്കും പഞ്ചായത്ത് വിഹിതം നൽകുവാനുണ്ട്. ആകെ 10 പേർക്ക് മാത്രമാണ് PMAY പദ്ധതിയിൽ എടക്കര പഞ്ചായത്ത് വിഹിതം നൽകിയിട്ടുള്ളൂ. പുതിയ പദ്ധതി രൂപീകരിക്കുന്ന സമയത്ത് എടക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് നവീകരിക്കുക. എന്നാൽ ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് യോഗം നടക്കുന്ന മെമ്പർമാരുടെ യോഗം നടക്കുന്ന ഹാള്, അവിടെ ഡയസ്, മൈക്ക്, AC മുതലായ സംവിധാനങ്ങൾ ഒരുക്കി കോർപ്പറേഷനുകളിലും നമ്മുടെ നിയമസഭയിലുമൊക്കെ കാണുന്ന രീതിയിലുള്ള നവീകരണം 20 ലക്ഷം രൂപയാണ് അന്ന് അവർ മാറ്റിവെച്ചിരുന്നത്. ഇടതുപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം കാരണം അത് 10 ലക്ഷമാക്കി ചുരുക്കി. ഇപ്പോൾ എടക്കര ഗ്രാമപഞ്ചായത്തിൽ 357 ലൈഫ് ഗുണഭോക്താക്കളും 117 PMAY ഉപഭോക്താക്കളും നിലനിൽക്കുമ്പോൾ ഇതിൽ 71 പേർക്ക് PMAYയിൽ 48,000 സെൻട്രൽ ഗവൺമെന്റിന്റെ പൈസ കയറിയിട്ടുണ്ട്. ആദ്യ ഗഡു കയറിയതാണ്. ഈ ഗ്രാമപഞ്ചായത്ത് ഈ ഒരു വർഷം കൊണ്ട് കൊടുത്തത് ആകെ 10 പേർക്കാണ്. 71 പേർക്ക് കയറുമ്പോൾ 10 പേർക്ക്. ഈ ബജറ്റിൽ മാറ്റി വെച്ചിട്ടുള്ളത് കേവലം 17 പേർക്ക് കൂടിയാണ് ഫണ്ട്. 44 പേര് ഇപ്പോഴും ഈ പദ്ധതിയിൽ പുറത്താണ് നിൽക്കുന്നത്. ഒരു വർഷമായി ഇവർക്ക് ഒരു രൂപ പോലും കയറിയിട്ടില്ല. ഇനി ഈ വരുന്ന വാർഷിക പദ്ധതിയിൽ ഒരു വർഷവും ഇവർക്ക് ഒരു രൂപയും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പച്ചമലയാളം. എടക്കര പഞ്ചായത്ത് മെമ്പർമാർക്ക് പശ്ചാത്തല വികസനത്തിനായി 3 ലക്ഷം രൂപ വീതം 19 പേർക്കും വികസന സെമിനാർ കരട് രേഖ തയ്യാറാക്കിയപ്പോൾ നൽകിയിരുന്നു. എന്നാൽ ഇടതുപക്ഷ മെമ്പർമാരുടെ തുക 2.5 ലക്ഷമായി കുറച്ചു. UDF അംഗങ്ങളിലെ ചില മെമ്പർമാർക്ക് 4 ലക്ഷം വീതവും 18ാം വാർഡ് മെമ്പർക്ക് 6 ലക്ഷവും നൽകി വികസന സെമിനാറിനെയും ഗ്രാമസഭാ നിർദ്ദേശങ്ങളെയും അട്ടിമറിച്ചു. പദ്ധതി അട്ടിമറിച്ചതിനെ കുറിച്ച് ഒരു മറുപടിയും പ്രസിഡന്റിനോ വൈസ് പ്രസിഡന്റിനോ നൽകാനില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇടതുപക്ഷ മെമ്പർമാർ ബോർഡ് യോഗം ബഹിഷ്കരിച്ചത്.